പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? കർത്താവിൽ സന്തോഷിപ്പിൻ. കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കി തരും. പിന്നെന്തിന് പരിഭ്രമിക്കുന്നു, ഭയപ്പെടുന്നു? നിങ്ങൾ ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയും അരുത്. ഞാൻ അബ്രഹാമിനെക്കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലേ? ബേർഷേബ, അബ്രഹാം വസിച്ചിരുന്ന സ്ഥലം. ഇതാണ് ആ സ്ഥലം. ഈ കാണുന്നത് പുരാവസ്തു ഗവേഷകർ കുഴിച്ചെടുത്ത സ്ഥലമാണ്. അബ്രഹാമിന്റെ വേലക്കാർക്കും വേലക്കാരികൾക്കും താമസിക്കുവാനായി ഉണ്ടാക്കിയ വീടുകളാണിത്, വർക്കേഴ്സ് ക്വാർട്ടേഴ്സ്. ആ കാലത്ത് അബ്രഹാം ഒരു വലിയ കോടീശ്വരനായിരുന്നു. അയാൾക്ക് വേലക്കാരും വേലക്കാരികളും ഒട്ടകങ്ങളും കന്നുകാലികളുമുള്ള വലിയ ഫാമുകളും ഉണ്ടായിരുന്നു. അതായത് പലസ്തീൻ എന്ന നാട്ടിൽ, അതായത് ഫെലിസ്ത്യർ വസിച്ചിരുന്ന ഫെലിസ്ത്യരുടെ അബിമലേക്ക് എന്ന രാജാവ് അബ്രഹാമിനെ കണ്ടിട്ട്, അതായത് നിങ്ങളെക്കൊണ്ട് എന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ആപത്തുണ്ടാകാൻ പാടില്ല, തിന്മ ചെയ്യാൻ പാടില്ല എന്ന് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ചെയ്ത സ്ഥലമാണ് ബേർഷേബ. തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഗാസ എന്ന് ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലമില്ലേ, അവിടെയായിരുന്നു ഫെലിസ്ത്യർ വസിച്ചിരുന്നത്. ഗാസ എന്ന സ്ഥലത്തെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ നിന്ന് വളരെ അടുത്താണ്, കണ്ണിൽപ്പെടുന്ന ദൂരത്താണ് ഗാസ എന്ന സ്ഥലം. അപ്പോൾ അബ്രഹാം അവിടെ നിന്ന് വന്ന് വലിയ ഒരു ധനവാനായിരുന്നു. അയാൾക്ക് അനേകം വേലക്കാരും വേലക്കാരികളും ഉണ്ടായിരുന്നു. വേലക്കാർ ആരോഗ്യ ദൃഢഗാത്രന്മാരായിരുന്നിരിക്കും. കാരണം ആടുകളും പശുക്കളും ഒട്ടകങ്ങളും എല്ലാമുള്ള വലിയ ധനവാനായിരുന്നല്ലോ. അതിനാൽ അബ്രഹാമിന്റെ വളർച്ച കണ്ട് രാജാവ് പോലും ഭയപ്പെട്ടു. അതിനാൽ നമുക്കൊരു ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതാണ് ബേർഷേബ എന്ന സ്ഥലം. അയാളുടെ വേലക്കാർക്കും വേലക്കാരികൾക്കും താമസിക്കുവാനായി പണിയിച്ച വീടുകളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത്. പുറകിൽ കാണുന്ന ഈ ടവറില്ലേ, അവിടെ നിന്ന് നോക്കിയാൽ ഈ സ്ഥലം മുഴുവനും കാണാൻ സാധിക്കും. വളരെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, ദൈവം ഇപ്പോൾ നമുക്ക് തരുന്ന വാക്കെന്താണെന്ന് ചോദിക്കുകയാണോ? 1 തെസ്സലോനിക്കർ 5 അധ്യായം 23 വാക്യത്തിൽ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ശുദ്ധി. ദൈവം വിശുദ്ധവാനാണ്. അപ്പോൾ നാമും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശു വീണ്ടും വരുമ്പോൾ യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ കൂടെ സ്വർഗലോകത്തിലേക്ക് പോകണമെങ്കിൽ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ആത്മാവിലും ശരീരത്തിലുമെല്ലാം ശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മൾ പാപം നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. ദിവസവും പാപക്കറകൾ നമ്മളിൽ ഉണ്ടാകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എങ്ങനെയാണ് വിശുദ്ധിയോടെ ജീവിക്കാനാവുക? അതാണ് ദൈവം പറയുന്നത്, ദൈവം തന്നെ നമ്മെ ശുദ്ധീകരിക്കും എന്ന്. യഹോവ സത്യമുള്ള ദൈവമാണ്, സമാധാനത്തിന്റെ ദൈവമാണ്. ദൈവം നമ്മെ മുഴുവനും ശുദ്ധിയുള്ളവരാക്കും. നിങ്ങൾ യഹോവയെ ആശ്രയിച്ചാൽ മതി. വിശുദ്ധിക്ക് ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. ദൈവമേ, അങ്ങെന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങേക്ക് മാത്രമേ എന്നെ പൂർണ്ണമായി ശുദ്ധീകരിക്കാനാവൂ. അതിനെന്നെ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചാൽ മതി. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു എന്ന്. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. ദൈവമേ, പരിശുദ്ധിയുള്ളവനായി ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ അങ്ങെന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഞാനത് വിശ്വസിക്കുന്നു. എന്നെ ശുദ്ധീകരിക്കാൻ അങ്ങ് കുരിശിൽ രക്തം ചിന്തിയിരിക്കുന്നു. ആ രക്തത്താൽ എന്നെ കഴുകി ദിവസം തോറും ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ ശുദ്ധീകരിച്ച് പൂർണ്ണ ശുദ്ധിയുള്ളവനാക്കണമേ. അങ്ങയുടെ വേദവചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദിവസം തോറും യേശു ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശു മുഴുവനായി ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അതല്ലേ ഇന്ന് നിങ്ങളുടെ പ്രശ്നം? വിശുദ്ധിയോടെ ജീവിക്കാനാവുന്നില്ല എന്ന് ഇടറിപ്പോകുന്നുണ്ടല്ലേ? ഒന്നുമില്ല, യേശുവിനെ ആശ്രയിക്കൂ. യേശു നിങ്ങളെ ശുദ്ധീകരിക്കും. എന്റെ മകനെ, മകളെ, എന്തിനാണ് തളരുന്നത്? നിന്നെ ശുദ്ധീകരിച്ച് സുരക്ഷിതമായി നടത്താൻ ഞാനുണ്ട്. നിന്റെ ജീവിതത്തെ എന്റെ കയ്യിൽ സമർപ്പിക്ക്. ശരിയായി വേദവചനം വായിച്ച് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവിന് സ്ഥലം കൊടുക്ക്. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. ഇപ്പോൾ സമർപ്പിക്കുമോ? ദൈവമേ, അങ്ങെന്നെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശുദ്ധീകരിച്ച് വഴി നടത്താൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. വിശുദ്ധിയില്ലായ്മയെല്ലാം മാറ്റണമേ. കുറ്റമുള്ള മനസ്സാക്ഷിയെ മാറ്റണമേ. വിശുദ്ധിയുള്ള ജീവിതത്തെ തന്ന് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ